ശ്രീഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതി നമ. ഓം ദും ദുർഗായേ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 16-ാം അധ്യായം. ഭരദ്വാജാശ്രമപ്രവേശം. വ്യാസൻ: ചെന്നാൻ വീരൻ യുധാജിത്തു പിന്നെ പോർവിട്ടയോധ്യയിൽ മനോരമയെങ്ങെന്നായി തേടി പുത്രവധേച്ഛയാൽ. എങ്ങുപോയി വിട്ടാൻ സേവകന്മാരെയാ നൃപൻ, സിംഹാസനത്തിൽ വാഴിച്ചു നല്ല നാളിൽ സ്വപൗത്രനെ. നല്ല ധർവണമന്ത്രത്താൽ വസിഷ്ഠൻ മന്ത്രിമാരുമായി അഭിഷേചിച്ചിതവനെ സമ്പൂർണ്ണ കലശങ്ങളാൽ. മുഴക്കി ഭേരിയും ശംഖുനാദവും തുര്യഘോഷവും കൊണ്ടാടി നഗരം ഗംഭീരോത്സവം കുരുനായക. വിപ്രതൻ വേദപാഠത്താൽ സ്തുതി പാടക ഗീതയാൽ, ജയമംഗള ശബ്ദത്താൽ ഇരമ്പം കൊണ്ടു പട്ടണം. പുളച്ചാർക്കും ജനം വാദ്യഘോഷം സ്തുതികൾ കൊണ്ടുമേ. നാടൊക്കെ പുത്തനായി തോന്നി പുത്തൻ ഭൂപന്റെ വാഴ്ചയിൽ. സുദർശനൻ രാജപുത്രൻ എന്നുള്ള ചിന്തയാൽ ഏതാൻ സാധുക്കൾ ദുഃഖിച്ചു കഴിച്ചാർ സ്വാലയങ്ങളിൽ. പുത്രനെയും കൊണ്ടു മനോരമയാം സാധ്വിയെങ്ങുപോയി, ലോഭത്താൽ പോരിരാവൈരി കൊന്നല്ലോ തത്പിതാവെയും. ഏവമോരോ ചിന്തയാല സാധുക്കൾ സമബുദ്ധികൾ വസിച്ചാർ ദുഃഖിതന്മാരായി യുധാജിത്തിനധീനരായി. സ്വപൗത്രനെ യുധാജിത്തുമേവം വാഴിച്ചു ഭംഗിയായി, മന്ത്രിക്കു രാജ്യവുമേൽപ്പിച്ചു തിരിച്ചാൻ സ്വപുരം പ്രതി. ചിത്രകൂടാദ്രിയിൽ താപസാശ്രമത്തിൽ സുദർശനൻ ഉണ്ടെന്നറിഞ്ഞങ്ങു ചെന്നാൻ യുധാജിത്തു വധേച്ഛയാൽ. നിഷാദാധിപനാം ശൂരൻ ബലാഖ്യനോടുമൊത്തവൻ സമീപിച്ചാൻ ശൃംഗിവേരാധീശൻ ദുർദർശന ദ്രുതം. പടയും കൊണ്ടുവന്നെത്തി ശത്രുവെന്നതു കേൾക്കയാൽ പേടിച്ചു ദുഃഖിച്ചാളേറ്റം കുഞ്ഞോടൊത്തം മനോരമ. കണ്ണീർ വാർത്തും കൊണ്ടുരച്ചാൾ ഖിന്നയായി മുനിയോടവൾ, യുധാജിത്തെത്തിയിനി ഞാൻ ചെയ്വതെന്തെങ്ങു പോവതും. എന്നച്ഛനെ കൊന്നു ദൗഹിത്രനു രാജ്യം കൊടുത്തവൻ, പടയൊത്തെൻ്റെ മകനെ കൊല്ലാനിച്ഛിച്ചു വന്നതാൻ. കേട്ടേൻ സ്വാമിൻ പണ്ടു പാഞ്ചാലിയുമായി പാണ്ഡുനന്ദനർ മുനിമാരുടെ പുണ്യാശ്രമത്തിൽ കാട്ടിൽ വസിച്ചതായി. പാർത്ഥന്മാരവരഞ്ചാളും പോയാർ നായാട്ടിനേകതാ, ആ പുണ്യാശ്രമഭൂവിൽ താൻ വാണാൾ ദ്രുപദപുത്രിയും. അത്രി ധൗമ്യൻ ഗാലവനും ഗൗതമൻ ഭൃഗുപൈലനും ജാബാലി കണ്വൻ ച്യവനൻ യജ്ഞദത്തൻ സുമന്തുവും. അത്രിഗോത്രൻ വീതിഹോത്രൻ കഹോടൻ വത്സലൻ തഥാ യവക്രിയും യജ്ഞകൃത്തും രാശാസനനുമവ്വിധം. ജതുവും ക്രതുവും ഭാരദ്വജാതിമുനിമുഖ്യരും വേദപാഠരതന്മാരായി വാണാരാശ്രമഭൂവതിൽ. മുനിമാരുടെ അപ്പർണശാലയിൽ ദാസിമാരുമായി വാണാൾ നിർഭയമായാജ്ഞസേനി സർവാംഗസുന്ദരി. ശത്രുതാപനരാം വീരപാർത്ഥന്മാരൈവരും തഥാ കാടുതോറും വേട്ടയാടി നടന്നാൻ വില്ലുമമ്പുമായി. പടയൊത്താ വഴിക്കന്നു സിന്ധുഭൂവൻ ഗമിക്കവേ, വേദഘോഷം കേട്ടുവന്നാനാശ്രമോപാന്തമഞ്ജസാ.
ഭാവിതാത്മാക്കൾ ഋഷിമാർ തൻ വേദധ്വനി കേൾക്കവേ തേർവിട്ടിറങ്ങിയവരെ കാണാനിച്ഛിക്കയാലവൻ രണ്ടു ഭൃത്യന്മാരുമൊത്തു തത്ര ചെന്നൊരു വേളയിൽ കണ്ടാനവൻ വേദഘോഷം മുഴക്കുന്ന മുനീന്ദ്രരെ. കൂപ്പുകൈമൊട്ടുമായി സ്വാമിൻ ജയദ്രഥമഹീപതി കടന്നാൻ മുനിമാർ തിങ്ങുമുടജത്തിനകം ക്ഷണാൽ. അകത്തിരിക്കും നൃപനെ കാണാനായി സ്ത്രീകളും തഥാ മുനിപത്നികളും വന്നാരാരിതാരെന്നു തക്ഷണം. അക്കൂട്ടത്തിൽ പോന്നു സാധ്വീമണിയാം യാജ്ഞസേനിയും കണ്ടാൻ സാക്ഷാൽ പൂമകളെപ്പോലുള്ളവളെ മന്നവൻ. ആ നീലാപാംഗിയെ ദേവകന്യയെപ്പോലെ കണ്ടവൻ ചോദിച്ചാൻ ധൗമ്യനോടാരീ യുവകോമളയാമിവൾ. ഭർത്താവാരച്ഛനാരെന്തീവരവർണ്ണിനി തൻ്റെ പേർ. ആരിപ്പാരിൽ പോന്ന ശചിയെപ്പോലഴകുമുറ്റിയോൾ. മുൾമരക്കാടകം പിന്നും ലവങ്കലത പോലവേ നിശാടികൾക്കിടയിലാരംഭ പോലെ വിളങ്ങുവോൾ. ആരിസുന്ദരിയാർ തൻ്റെ പത്നി സത്യമുരയ്ക്ക നീ ശോഭിപ്പൂരാജ്ഞിയെപ്പോലെ മുനിതൻ വധുവല്ലിവൾ. ധൗമ്യൻ ദ്രുപദാത്മജ പാഞ്ചാലി പാർത്തർ തൻ പത്നി ശുഭ പുണ്യാശ്രമമിതിൽ പാർത്തിടുന്നു സിന്ധു നൃപാലക. ജയദ്രഥൻ എങ്ങുപോയി പാർത്തരാം ശൂരരഞ്ചുപേർ കേളി കേട്ടവർ ബലിഷ്ഠരവരിക്കാട്ടിൽ സുഖമായി പാർത്തിടുന്നിതോ. ധൗമ്യൻ നായാട്ടിനായഞ്ചുപേരും തേരേറിപ്പോയിരിക്കയാം മൃഗങ്ങളെയും കൊണ്ടുച്ചയാമ്പോഴേക്കുമെത്തുമിങ്ങിവർ. ധൗമ്യൻ തൻ വചനം കേട്ടിട്ടെഴുന്നേറ്റുടൻ അനൃപൻ ദ്രൗപദീ സന്നിധാനത്തിൽ ചെന്നു വന്ദിച്ചുരയ്ക്കയായി. കാന്തന്മാരെങ്ങുപോയി സൗഖ്യമല്ലീതേ മടവാർമണേ ഇന്നേക്കു 11 വർഷം കാട്ടിൽ കഴിഞ്ഞതും. ചൊന്നാൾ ദ്രൗപദി അന്നേരം മംഗളം തേ നൃപാത്മജ ആശ്രമോപാന്തത്തിൽ വിശ്രമിക്ക ഭർത്തർ വരും ക്ഷണം. എന്നോതുമാ ദ്രൗപദിയെ കാമമാൽ മൂത്തൊരനൃപൻ ബലാൽ ഗ്രഹിച്ചാൻ മുനിമാർ തടുത്തിട്ടും പരാക്രമി. വിശ്വസിക്കാൻ വയ്യ ബുദ്ധിയുള്ളോർക്കെമ്മട്ടുമാരെയും വിശ്വസിച്ചാൽ വരും ദുഃഖം ദൃഷ്ടാന്തമിതിൽ മാബലി. വൈരോചനസുതൻ ശ്രീമാൻ ധർമ്മിഷ്ഠൻ സത്യതത്പരൻ യജ്ഞകർത്താവു ദാതാവു ശരണ്യൻ സാധുസമ്മതൻ. എന്നും തെറ്റാചരിക്കാത്തോൻ പ്രഹ്ലാദൻ തൻ സുതാത്മജൻ ചെയ്താൻ സദക്ഷിണം യജ്ഞം 101 കുറഞ്ഞുതാൻ. എന്നിട്ടുമവനെ സത്വരൂപനാം ഭഗവാൻ ഹരി യോഗിസേവ്യൻ നിർവികാരൻ ദേവകാര്യാർത്ഥമേകദാ. വ്യാജവാമനനായി കശ്യപങ്കൽ നിന്നും പിറന്നുടൻ ചതിച്ചു പറ്റിച്ചു പോലും ആഴിചൂഴുമൊരൂഴിയെ. വൈരോചനസുതൻ സത്യം പാലിച്ചു ഭഗവാൻ ഹരി ഇന്ദ്രാർത്ഥം ചതിയും ചെയ്തു കേട്ടിതിങ്ങനെയൊക്കെ ഞാൻ. യജ്ഞം മുടക്കാനസത്വരൂപൻ വാമനരൂപനായി ഇമ്മട്ടൊക്കെ ചെയ്തുവെങ്കിൽ അന്യർ തൻ കഥയെന്തുവാൻ. അതിനാലാരെയും വിശ്വസിക്കാൻ കൊള്ളില്ലൊരിക്കലും ലോപം ഹൃത്തിൽ കുരുക്കുമ്പോൾ പാപത്തിൽ ഭയമെന്തുതാൻ. അത്യാഗ്രഹത്താൽ പാപങ്ങൾ പലതും ചെയ്വു ജീവികൾ പരലോകത്തിനെ പേടിയില്ലൊരാൾക്കുമൊരേടവും.
മനോവാക്കർമ്മങ്ങൾ കൊണ്ടും പരസ്വത്തെ ഹരിപ്പവർ, ലോഭത്താൽ മതികെട്ടുള്ളോർ വീഴുന്നു നരകങ്ങളിൽ. ദേവന്മാരെ ഭജിക്കുന്നു വിത്തത്തിനായി സദാ നരർ, ആകാദേവന്മാർക്കുമോർത്താൽ കയ്യിൽ പോയി ധനമേകുവാൻ. ദാനവാണിജ്യാദിയാലോ കട്ടോ കയ്യൂക്കു കാട്ടിയോ, പരവിത്തം നേടിയല്ലി അവരിഷ്ടം കൊടുപ്പതും. ധാന്യവസ്ത്രാദി പലതും കച്ചോടത്തിനു വൈശ്യരും, വെച്ചൈശ്വര്യം വരുത്താനായി പ്രാർത്ഥിപ്പൂ ദൈവതങ്ങളെ. പരവിത്താശ കൊണ്ടല്ലീ കച്ചോടം ചെയ്വതും മുനെ, വില വാങ്ങുന്ന നേരത്തു കാക്ഷിപ്പൂ വലുതാം വില. ഏവം ജീവികളെല്ലാരും അന്യന്റെ മുതൽ തിന്നുവാൻ, കാക്ഷിക്കയാം പിന്നെ വിശ്വസിപ്പതെങ്ങനെ ആരെയും. വൃഥാദാനം വൃഥാ തീർത്ഥം വൃഥാ താൻ ശാസ്ത്രപാഠവും, ചെയ്യാത്തതോടൊക്കുമേതു ചെയ്തതും ലോഭചിന്തയിൽ. അതിനാൽ അങ്ങു താൻ ചൊല്ലിപ്പിന്തിരിപ്പിക്ക ഭൂപനെ, സീതയെപ്പോൽ പാർക്കുവൻ ഞാൻ കുഞ്ഞുമായിങ്ങു മാമുനെ. പ്രതാപിയാം ഭരദ്വാജനീ മട്ടവൾ കഥിക്കവേ, യുധാജിത്തിൻ സമീപം ചെന്നേവം ഭൂപനോടോതിനാൻ. രാജൻ തിരിച്ചുപോയാലും ഹിതം പോൽ വീട്ടിലേക്കു നീ, വരുന്നില്ല കുഞ്ഞുമായി കേണുവാഴും മനോരമ. യുധാജിത്ത്: ശഠിക്കായിക മുനേ സൗമ്യ, വിട്ടാലും അവളെ ഭവാൻ പോവില്ലവളെ വിട്ടീ ഞാൻ ശക്തിയാൽ കൊണ്ടുപോകുവൻ. ഭരദ്വാജൻ: ശക്തിയുണ്ടെങ്കിലെന്നാശ്രമത്തിൽ നിന്നവളെ ബലാൽ ഗ്രഹിച്ചാലും വസിഷ്ഠന്റെ ഗോവേ കൗശികനെന്ന പോൽ. 16-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ.